ഒരു വളരെ വ്യത്യസ്തമായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു സബ്വൂഫർ. അത് സബ്വൂഫർ എന്ന് പറഞ്ഞാൽ ഇത് സബ്വൂഫർ ബോക്സ്. ഇതാണ് അതിലേക്ക് ഉപയോഗിക്കുന്ന സബ്വൂഫർ. ഇത് ഡേറ്റൺ ഓഡിയോയുടെ 10 ഇഞ്ച് സബ്വൂഫറാണ്. അപ്പോൾ ഇതിൻ്റെ സ്ക്രീൻ നമ്മൾ കൂരിയാൽ പ്രസ്റ്റ് ഫിറ്റ് ആണ്. ഈ പ്രസ്റ്റ് ഫിറ്റ് മോഡലാണ് ഇതിൻ്റെ സ്ക്രീൻ. ഇതപ്പോൾ ഈ രീതിയിലായിട്ട് ഊരിയാൽ നിങ്ങൾക്ക് ഇതാണ് ഇപ്പോൾ സബ്വൂഫർ വെക്കാനുള്ള ഹോൾ. ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഈ സബ്വൂഫറിൻ്റെ അകത്ത് വെച്ച കാര്യങ്ങളോ ഇതിൻ്റെ അളവോ ഒന്നല്ല, ഇതിൻ്റെ ആ ഒരു മേക്കിംഗ് ആണ്. അതായത് ഇപ്പോൾ ഏത് രീതിയിലാണ് നിങ്ങൾ കാണുന്നത്, ഇതിൻ്റെ അപ്പിയറൻസ് എന്താണ്, ഇതിൻ്റെ കളർ, ഇതിൻ്റെ ആ ഔട്ടറിൽ കാണുന്നത് എന്താണ് എന്നുള്ളതാണ്. അതായത് ഇത് റെസിനല്ല, ഇത് ഡയറക്റ്റ് വുഡിൽ വർക്ക് ചെയ്താണ്, വുഡിൽ പോളിഷ് ഗ്രെയിൻ ഇട്ട് പോളിഷ് ചെയ്താണ്. അപ്പോൾ ഒരു ബ്രാൻഡ് ഒരു സാധനത്തിന് അവരുടെ ഒരു പ്രോഡക്റ്റ്, ഇപ്പോൾ ഒരു സബ്വൂഫർ ആയാലും ഇപ്പോൾ ഒരു ടവർ സ്പീക്കർ ആയാലും ഏത് സ്പീക്കർ ആയാലും അത് ഈ രീതിയിൽ വുഡിൽ വർക്ക് ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. അതിന് നല്ല രീതിയിൽ വിലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്തരം വർക്ക് എടുക്കാനും തന്നെ നല്ലൊരു ചിലവാണ്. അതായത് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ വർക്കാണ് ഈ കാണുന്ന ഈ ഫിനിഷിങ് വർക്ക്. അപ്പോൾ അതുവരെ ചെയ്ത ഡിസൈൻസും മറ്റു കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയതിന് ശേഷം ഫൈനലി ഈ ഒരു അവസ്ഥയും കൂടെ വരുമ്പോൾ അത്രയും വില ആ ബ്രാൻഡിന് വരും എന്നുള്ളത് വളരെ സത്യമാണ്. അപ്പോൾ അത് ഈ ഒരു വർക്ക് ചെയ്തതോടുകൂടി എനിക്ക് മനസ്സിലായി. കാരണം നമ്മൾ റെസിൻ അടിക്കുമ്പോൾ അത്ര ചിലവ് വരില്ല, ജസ്റ്റ് കവർ ചെയ്താൽ മതി. പക്ഷേ ഇതിപ്പോൾ നല്ലൊരു എമൗണ്ട് ചിലവായിട്ടാണ് ഈ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. അപ്പോൾ ഇത് ഗ്ലോസി ആയിട്ട് നമുക്കിപ്പോൾ ഷൈനിങ് ആയിട്ട് ക്ലിയർ അടിച്ചിട്ടുള്ള ആ ഒരു അവസ്ഥയിലാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥ കിട്ടാനുള്ള ആ ഒരു ചിലവ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഒരു 4000 മുതൽ ഒരു 6000 ഇടയിൽ വരും എൻഡ് പ്രൈസ് ഈ ഒരു ടൈപ്പ് ബോക്സിന്. അപ്പോൾ ഇതൊരു വലിയൊരു ബോക്സ്, ഒരു ടവർ ബോക്സ് ആണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഒരു നല്ലൊരു ചിലവ് ഈ തരത്തിൽ 2 ചാനൽ ചെയ്യാൻ വരും. അതാണ് എൻ്റെ സത്യം. അപ്പോൾ ഇത് ചെയ്തു തന്നെ നമ്മുടെ ഒരു സുഹൃത്താണ്. എൻ്റെ ഒരു ഐഡിയ പ്രകാരം ഞാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ചിട്ട് അത് വ്യക്തമായിട്ട് അതേപോലെ തന്നെ ചെയ്ത് ആ ഒരു വൃത്തിക്ക് തന്നെ ചെയ്ത് തന്നത് എൻ്റെ ഒരു സുഹൃത്ത് വിനോദ് എന്ന് പറഞ്ഞൊരു സുഹൃത്താണ്, കോഴിക്കോടുള്ള ആളാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ബോക്സ് അതിൻ്റെ അളവ് മെഷർമെൻറ്റും ഇതിൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ കൊടുക്കാം, അതിലേക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് അത് എത്ര ചിലവ് വരും എന്നുള്ള ഒരു എസ്റ്റിമേറ്റ് ഏകദേശം കൃത്യമായിട്ട് പറയാൻ നമുക്ക് പറ്റില്ല. അത് കറക്റ്റായിട്ട് അളവെടുത്ത് ആ വുഡിൻ്റെ അവസ്ഥ എന്താണെന്നൊക്കെ നോക്കി എത്ര കൊട്ട് വരുന്നതൊക്കെ അനുസരിച്ചാണ് അത് വരിക. അതിൻ്റെ ചിലവ് കൃത്യമായിട്ട് പറയാൻ പറ്റുക. അപ്പോൾ ഈ ഒരു അളവ് കൊടുത്താൽ നിങ്ങൾക്കൊരു എസ്റ്റിമേറ്റ് കിട്ടും. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫിനിഷ് എടുക്കാം. അപ്പോൾ ഇനിയുള്ള പറയാനുള്ളത് ഇതിനകത്തേക്ക് ഉപയോഗിക്കുന്ന ഡേറ്റൺ ഓഡിയോ. അപ്പോൾ ഡേറ്റൺ ഓഡിയോ എന്ന് പറയുന്നത് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. അപ്പോൾ ഡേറ്റൺ സ്പീക്കേഴ്സ് ഓഡിയോ ഒക്കെ വരും. അപ്പോൾ ഇതാണ് സാധനം. അപ്പോൾ ഇതിൽ 10 ഇഞ്ച് സബ്വൂഫറാണിത്. അപ്പോൾ ഈ 10 ഇഞ്ച് സബ്വൂഫർ ഒരു ഓൺലൈനിലോ മറ്റോ ബുക്ക് ചെയ്ത് വാങ്ങാൻ കിട്ടില്ല എന്നാണ് ഇത് വാങ്ങുമ്പോൾ എനിക്ക് മനസ്സിലായത്. അതായത് ഇത് വാങ്ങിയത് ഞാൻ നേരിട്ടല്ല, കസ്റ്റമർ ഡയറക്റ്റ് വാങ്ങിയതാണ്. ഇത് ചെയ്ത് കൊടുക്കാനും ആ കസ്റ്റമർക്ക് ഞാൻ ഒരുപാട് സമയം എടുത്തു. ഇതിൻ്റെ വർക്കൊക്കെ ഒരുപാടുള്ളതുകൊണ്ട് അതിൻ്റെ സമയം എടുത്തു. ആ കസ്റ്റമർ ഒരുപാട് ക്ഷമിച്ചു. അതൊക്കെ താങ്ക് യു. എന്തായാലും ആ കസ്റ്റമർക്ക് എന്നോട് ക്ഷമിച്ച എല്ലാ കസ്റ്റമേഴ്സിനും താങ്ക് യു പറയുന്നു. കാരണം നിങ്ങൾ ക്ഷമിച്ചില്ലായിരുന്നെങ്കിൽ എനിക്കിതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. അതാണ് എൻ്റെ അവസ്ഥ. പിന്നെ അപ്പോൾ ഡേറ്റൺ ഇതിലേക്ക് നമ്മൾ സൂട്ട് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. ഇതിനകത്തിപ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു ഡാമ്പിങ് മറ്റേതൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ആണ് ലിഫ്റ്റ് ചെയ്ത് നിർത്തിയതാണ്. അതതിൻ്റെ പ്ലേസ്മെൻറ്റ് ഇനിയും ബൂഫർ വെക്കണ മുമ്പ് അവിടെ മാറ്റി ചെയ്യും. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പാസീവ് ക്രോസ് ഓവർ കാണുന്നത് അത് അതായത് വൂഫറിന് വേണ്ട ആമ്പിനനുസരിച്ചിട്ട് നമുക്ക് പാസീവ് ക്രോസ് ഓവർ വെക്കാതിരിക്കാം. അത് അതാത് ആവശ്യമാണ്. അപ്പോൾ ആ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വെക്കുക, അല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് വൂഫർ കണക്ട് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇതിൻ്റെ ടെർമിനൽ നമ്മളിവിടെ കൊടുത്തിട്ടുള്ള ബനാന ടൈപ്പ് സോക്കറ്റാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഡയറക്റ്റ് ഇന്നിലേക്ക്, അതായത് ആ വുഡിന് കൂടുതൽ വീക്കായ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എപ്പോഴും ഈ ടെർമിനൽ വെക്കണ ഭാഗമായിരിക്കും. അപ്പോൾ ആ വീക്ക് പോയിന്റ് ഒഴിവാക്കിയിട്ടാണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. ഡയറക്റ്റ് ആ മെറ്റൽ ഭാഗം മാത്രമാണ് അകത്തോട്ട് കയറി നിൽക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഈ കാര്യത്തിൽ പറയാനുള്ളത്. പിന്നെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പറയാനുള്ളത് ഈ ഒരു മേക്കിംഗ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ആ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക. എനിക്ക് അയച്ചാലും മതി, നല്ല ആ താഴെയുള്ള നമ്പറിൽ മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഫിക്സ് ചെയ്തിട്ട് പ്ലേ ചെയ്യാം. ഫിക്സ് ചെയ്യാനൊന്നുമില്ല, ജസ്റ്റ് ആ ഓഫർ കണക്ഷൻ ഇതിൽ കൊടുക്കുക. നമ്മളിവിടെ സ്ക്രൂ ചെയ്യുന്നു. അപ്പോൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്, ആമ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേ ആക്കാം.
ഇതിപ്പോൾ നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ടേബിളിൻ്റെ മുകളിൽ സെൻറ്ററിൽ റൂമിൻ്റെ സെൻറ്ററിലാണ് വെച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്ലേസ്മെൻറ്റ് കറക്റ്റാക്കി വെച്ചാൽ നല്ല സൂപ്പർ ആയിരിക്കും. കാരണം അങ്ങനെ ഒരു ഉദ്ദേശത്തിന് തന്നെ മെനക്കെട്ട് അധ്വാനിച്ച് തന്നെയാണ് ആ ഡിസൈൻ ഉണ്ടാക്കിയത്. അതായത് ആ ഡിസൈൻ അങ്ങനെ ഒരു പെർഫോമൻസ് നല്ല പെർഫെക്ഷൻ കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിനാണ്. ലൗഡ്നെസ് അല്ല മെയിൻലി ഇതിൽ ഉദ്ദേശിച്ചത്, നമ്മളിതിൻ്റെ പെർഫെക്ഷനാണ്. അത് ബേസ് നല്ല നീറ്റായിട്ട് വരണം. അപ്പോൾ അത് ഉദ്ദേശിച്ചാണ് ഇത് ചെയ്തത്. അപ്പോൾ അതിപ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും. ഒന്നുകൂടെ ഒരു മ്യൂസിയം കൂടി ഇടാം. അപ്പം ഈ ഒരു അപ്പിയറൻസ് നല്ല വെയിറ്റാണ്. ഈ ഒരു അപ്പിയറൻസിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇത്തരത്തിൽ നമ്മളിപ്പോൾ ഒരു വുഡ് ഫിനിഷിൽ വുഡ് വർക്ക് ചെയ്യുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പെട്ടെന്ന് കേട് വരാത്ത, വാഷ് ചെയ്യാൻ പറ്റിയ, കഴുകി തുടയ്ക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന, അതായത് റെസിനും അങ്ങനെ ചെയ്യട്ടോ, പക്ഷേ അതിൻ്റെ ഉള്ളിൽ കേടുവരും. ഇതിപ്പോൾ വുഡ് സേഫാണ്, വുഡ് പ്രൊട്ടക്റ്റഡ് ആണ്, അങ്ങനെയാണ് എൻ്റെ അഭിപ്രായം. എന്നോട് ഇത് ചെയ്യുന്നവർ പറയുന്നത്. അതായത് നമ്മൾ ഇതിനകത്ത് ഈ വുഡിൽ ഈ വർക്കൊക്കെ ചെയ്യുമ്പോൾ ഇത് കേടുവരാത്ത കാര്യങ്ങൾ, ടെർമിനേറ്ററോ അങ്ങനെ പലതരത്തിലും പല കാര്യങ്ങളും ഉണ്ട്, എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, അത് നമുക്കറിയാത്ത ഫീൽഡാണ്. അപ്പോൾ അങ്ങനത്തെ ചെയ്തതിന് ശേഷം ചെയ്ത് കഴിഞ്ഞാൽ ഈ വുഡിന് വളരെ സേഫാണ്. വളരെ കാലത്തേക്ക് ഫംഗസ്, പൂപ്പലും മറ്റേ കുത്തലും മറ്റ് പുഴുക്കളും അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരാതിരിക്കും എന്നാണ് അവരുടെ അഭിപ്രായം. അപ്പോൾ ആ ഒരു സേഫ്റ്റി റെസിനില്ല. കാണുമ്പോൾ, ഡയറക്റ്റ് കാണുമ്പോഴും എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴും വേറെ ലെവലാണ്. അത് അങ്ങനെ ഒരു റൂമിൽ അങ്ങനെ ഒരു സെറ്റ് ചെയ്തിട്ട് ആ ഒരു ക്ലാസിക് ലെവലിൽ അത് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പ്രീമിയം പ്രോഡക്റ്റിൻ്റെ ആ സെയിം എക്സ്പീരിയൻസ് ഇതുകൊണ്ട് കിട്ടും എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മുടെ ഓൺ പ്രോഡക്റ്റിൽ എൻ്റേതായ ഒരു തീരുമാനത്തിൽ ഡിസൈൻ ചെയ്ത, എൻ്റെ തീരുമാനത്തിൽ ചെയ്തിട്ടുള്ള ഒരു വർക്കാണിത്. ഇപ്പോൾ വളരെ ഡാർക്ക് ഷെയ്ഡ് വുഡ്, റോസ് വുഡ്, പിന്നെ പല ഷെയ്ഡിൽ നമുക്ക് ഇത് ഈ വുഡ് വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ ഏതാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്നത് വെച്ചാൽ അത് SVSൻ്റെ ഒക്കെ ആ ഒരു ഷെയ്ഡ് ഉണ്ട്. അത് ഒക്കെ കണ്ടിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ട് ചെയ്താണ്, സ്വന്തമായിട്ട് ചെയ്യണം. അതിൽ റെസിനാണോ അല്ലേ എന്നുള്ളത് സത്യം പറഞ്ഞാൽ SVS ഒരു പ്രാവശ്യം മറ്റേ കണ്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളെ ഈ സബ്വൂഫർ 10 ഇഞ്ച് ഡേറ്റൺ സബ്വൂഫർ ഉപയോഗിച്ചിട്ടുള്ള ഒരു സബ്വൂഫറാണ്. ഇതിന് അടിയിൽ കൊടുക്കേണ്ട സ്റ്റാൻഡ് വേറെ പോയിന്റ് ടൈപ്പാണ് കൊടുക്കേണ്ടിയിരുന്നത്. വളരെ കോസ്റ്റ്ലിയാണ് ആ സാധനം, അതുകൊണ്ട് അത് കൊടുക്കാതെ ഇത് ഉപയോഗിച്ചാണ്. അപ്പോൾ സബ്വൂഫർ ഇതിപ്പോൾ ഡിസൈൻ ചെയ്തെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഡിസൈൻ ചെയ്യുന്നതിനെ പറ്റി നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ, ഇപ്പോൾ ഡിസൈൻ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ, സ്വന്തമായി ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ ഇതിന് ഓൺലൈൻ കാൽക്കുലേറ്റേഴ്സ് ഒരുപാട് കിട്ടാനുണ്ട്. ഗൂഗിളിൽ ഓൺലൈൻ ഫ്രീ കാൽക്കുലേറ്റേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് അത് വെച്ച് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങളുടെ സബ്വൂഫറിൻ്റെ മാറ്റങ്ങൾ വരുത്താം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് അടിച്ചെടുക്കാം പുതിയത്. അപ്പോൾ ആ വീഡിയോ നമ്മൾ ചെയ്തതാണ് ഈ കാണുന്നത്, കണ്ടു നോക്കുക.